വീണ്ടും ഇന്ത്യയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ. ഹിന്ദുക്കൾ ശത്രുക്കളെന്നാണ് പാകിസ്ഥാന്റെ പുതിയ വാദം. ഹിന്ദുക്കൾ ശത്രുക്കളാണെന്ന് പാക് നിയമസഭാംഗം അസംബ്ലിയിൽ പറഞ്ഞിരിക്കുന്നു. ഹിന്ദുക്കൾ ശത്രുക്കളാണെന്ന പാക് നിയമസഭാംഗത്തിന്റെ പുതിയ കണ്ടെത്തൽ വലിയ വിവാദമായിരിക്കുകയാണ്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവും പ്രവിശ്യ നിയമസഭാംഗവുമായ ഷേർ അസം ബസീറാണ് നിയമസഭയിൽ വിവാദ പരാമർശം ഉന്നയിച്ചത്. വിവാദ പരാമർശത്തിനെതിരെ നിയമസഭയിലെ ന്യൂനപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. രവികുമാർ, രഞ്ജിത് സിംഗ് എന്നിവരാണ് വസീർ ഖാന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് വോക്കൌട്ട് നടത്തിയത്. എന്നാൽ ഹിന്ദുസ്ഥാൻ തങ്ങളുടെ ശത്രുക്കളാണെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് വസീർ പിന്നീട് അവകാശപ്പെട്ടു. ന്യൂനപക്ഷ അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പരാമർശം സഭാരേഖകളിൽ നിന്ന് പിന്നീട് ഒഴിവാക്കുകയും ചെയ്തു. നേരത്തെ ഹിന്ദുക്കളെ വർഗീയമായി അധിക്ഷേപിച്ച് പാകിസ്ഥാൻ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫയാസുൽ ഹസൻ കോഹനാണ് ഹിന്ദുമത വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയുമായി പൊതുവേദിയിൽ സംസാരിച്ചത്. ഹിന്ദുക്കൾ ഗോമൂത്രം കുടിക്കുന്നവരും ബിംബാരാധകരുമാണ് എന്നതായിരുന്നു ഫയാസുൽ ഹസന്റെ വിവാദ പ്രസ്താവന. പാകിസ്ഥാനിലെ ഭരണകക്ഷിയായ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി അംഗവും പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അടുത്ത അനുയായിയുമായിരുന്നു ഫയാസുൽ ഹസൻ. ഇയാൾ പിന്നീട് രാജിവെച്ചിരുന്നു. പാകിസ്ഥാൻ ജനസംഖ്യയിൽ വെറും 1.5% മാത്രം വരുന്ന ഹിന്ദുക്കൾ കടുത്ത അവഗണനയാണ് പാകിസ്ഥാനിൽ എല്ലാ മേഖലകളിലും നേരിടുന്നത്. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാറും ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നിയന്ത്രണ രേഖയിലുണ്ടായ പാക് വെടിവയ്പിൽ ഒരു സൈനികൻ വീണ്ടും വീരമൃത്യു വരിച്ചിരിക്കുന്നു. ഇവിടെ സുരക്ഷാ സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം സോപോറിൽ CRPF ജവാന്മാർക്ക് നേരെ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. CRPF സംഘത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ 3 ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. ഭീകരർക്കായി സൈന്യം തിരച്ചിൽ തുടരുകയാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു സൈനികനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഹിന്ദുക്കൾ ശത്രുക്കളാണെന്ന പാക് നിയമസഭാംഗത്തിന്റെ പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.